എല്ലാവർക്കും നമസ്കാരം. ഡിജിറ്റൈസ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യയെ ഡിജിറ്റൈസ് ആക്കാനുള്ള പരിപാടിയിലേക്ക് ഇന്ത്യൻ ഗവൺമെന്റും നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് ഓൺലൈൻ വർക്ക് ചെയ്ത് വീട്ടിലിരുന്ന് ക്യാഷ് ഉണ്ടാക്കാം. അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈറ്റിലൂടെയാണ് നമുക്ക് ഓൺലൈൻ വർക്ക് ചെയ്ത് കാശ് ഉണ്ടാക്കാവുന്നത്. ഇതിനിടയ്ക്ക് ഇത് കുറെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൽ രജിസ്റ്ററും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരുന്നത്. കുറച്ച് സിമ്പിൾ സ്റ്റെപ്സിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഓൺലൈൻ വഴി കാശ് ഉണ്ടാക്കാം. അപ്പോൾ ആർക്കും വേണമെങ്കിൽ വീട്ടിലിരുന്നിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓഫീസ് കഴിഞ്ഞിട്ട് വന്ന് വീട്ടിലിരിക്കുമ്പോൾ ഹൗസ് വൈഫിനായാലും അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കും ഈ വർക്ക് ഓൺലൈനിൽ വീട്ടിലിരുന്ന് ചെയ്യാം. ഓക്കെ, അതിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നമുക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, വെബ്സൈറ്റിന്റെ പേരാണ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. www.digitizeindia.gov.in ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീനാണ് നമുക്ക് വരിക. ഡിജിറ്റൈസ് ഇന്ത്യ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് നരേന്ദ്ര മോഡിയുടെ ഒരു പിക്ചറൊക്കെ ആയിട്ട് നമുക്കൊരു സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സൈൻ ഇൻ കൊടുക്കാം. റൈറ്റ് സൈഡിൽ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്, നിങ്ങൾക്കും എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ അപ്പ് ചെയ്യണം. സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ടു സൈൻ അപ്പ് എന്ന ഓപ്ഷനിൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണും. ഇനിയുള്ളത് ശ്രദ്ധിക്കണം, ഇവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക, മെയിൽ ഓർ ഫീമെയിൽ എന്താ വെച്ചാൽ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ വെച്ചാൽ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ കാർഡ് കൃത്യമായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ആധാർ കാർഡ് ടൈപ്പ് ചെയ്യണം. എന്താണെങ്കിലും ഞാൻ വെറുതെ എക്സാമ്പിളിന് കാണിക്കുകയാണ്. ആധാർ കാർഡ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാലിഡേറ്റ് ആധാർ കാർഡ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ആധാർ ആണെന്നുണ്ടെങ്കിൽ അത് വാലിഡേറ്റ് ആയിട്ട് വരും. ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞു, അതാരാണ് അത് കാണിക്കാൻ പറ്റാത്തത്, വാലിഡേറ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ ഇവിടെ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ വരുള്ളൂ. യൂസർ നെയിം, നമുക്ക് ഒരു പാസ്വേഡ് കൊടുക്കാം, കൺഫേം പാസ്വേഡ്, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ. പിന്നെ അത് കഴിഞ്ഞാൽ സാധാരണ പ്രൊസീജിയേഴ്സ് പോലെ തന്നെയാണ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി നമുക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി യൂസർ നെയിമും പാസ്വേഡും ഞാനിവിടെ ഓൾറെഡി ഉള്ള കാരണം ഞാനിവിടെ ലെറ്റ് മീ ഇൻ, ഞാൻ സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ് സൈറ്റിലേക്ക്. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നമ്മുടെ ഡാഷ്ബോർഡ് കാണും, ഇവിടെ വർക്ക് സ്പേസ് കാണും, റിവാർഡ്സ്, മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് സെറ്റിംഗ്സിൽ പോവാം. പ്രൊഫൈൽ, ബാങ്ക് പ്രൊഫൈൽ, നമ്മൾക്കൊക്കെ വർക്ക് കിട്ടിയതിന് ശേഷം ബാങ്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്യാം. മുകളിൽ ഡാഷ്ബോർഡിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് വർക്ക് സ്പേസ് കാണും. ഇവിടെ നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ എല്ലാ ലാംഗ്വേജസും വരും. നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ലോഡ് വർക്ക് സ്പേസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള വർക്കുകൾ ഇവിടെ വരും. ഇപ്പം നിലവിൽ വർക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വർക്കൊന്നും കാണാത്തത്. ഓക്കെ, നമ്മളിവിടെ ടാസ്ക് ക്ലോസ് ചെയ്തു. പിന്നെ നമുക്ക് ഈ ഡിജിറ്റലൈസ് ഇന്ത്യ പ്ലാറ്റ്ഫോം എന്നുള്ള മുകളിൽ ലെഫ്റ്റ് സൈഡിലുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ കുറച്ച് സ്ക്രോൾ ചെയ്ത് ചോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു, അതായത് ഇത്ര ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞു, കോൺട്രിബ്യൂട്ടേഴ്സ് ഇത്ര ആൾക്കാരുണ്ട്,
എനി ഡാറ്റ അവൈലബിൾ പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. ഇതാണ് വർക്കിൻ്റെ. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഹൗ ഇറ്റ് വർക്ക്സ്, അതായത് റൈറ്റ് സൈഡിൽ മുകളിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. സോ എന്താ പറയുക, നമുക്ക് സുഖസുന്ദരമായിട്ട് ഓൺലൈനിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്ത് കാശുണ്ടാക്കാം. പറ്റിക്കാവുന്ന ഒരു പരിപാടിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് ആയ കാരണം നമുക്ക് ധൈര്യമായിട്ട് വർക്ക് ചെയ്യാം. 1 രൂപ പോലും കൊടുക്കണ്ട. ജസ്റ്റ് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ആധാർ കാർഡ് വെച്ച് രജിസ്റ്റർ ചെയ്യുക, വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വേറെ സിമ്പിൾ വർക്കുകളാവും, ഡാറ്റ എൻട്രി വർക്കുകൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഫയൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. ഒരു ടൈപ്പിംഗ് വർക്ക്സ്, അങ്ങനത്തെ വർക്കുകളൊക്കെ ആയിരിക്കും. എന്നാൽ പോലും അത്യാവശ്യം വർക്ക് വരാൻ തുടങ്ങി, ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഇതിൻ്റെ. വർക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാം. എന്തായാലും ഒരു ID ക്രിയേറ്റ് ചെയ്തിടുക, അത് അത്രയ്ക്ക് വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. സുഖസുന്ദരമായിട്ട് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ലാപ്ടോപ്പിന് വേണമെന്നില്ല, അല്ലെങ്കിൽ സിസ്റ്റം വേണമെന്നില്ല. നമുക്ക് സുഖമായിട്ട് നമ്മുടെ മൊബൈലിൽ രജിസ്റ്റർ ചെയ്യാം. നമുക്ക് വേണ്ടത് ആധാർ കാർഡ് മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ നമ്മുടെ കറക്റ്റ് അഡ്രസ്സും ആധാർ കാർഡും ഉണ്ടെങ്കിൽ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്കും ഡിജിറ്റൈസ് ഇന്ത്യയുടെ ഭാഗമാവാൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.